കൂട്ടുകാരെ, എൻ്റെ പേര് വിസ്മിയ തസ്നി. ഞാനൊരു ബുക്കിനെയാണ് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ബുക്കിൻ്റെ പേര് ഗുഡ് നൈറ്റ്. എഴുതിയത് സൈജ എസ്. ഉറങ്ങാൻ മടിയുള്ളവരുണ്ടോ? ഉണ്ടാവും അല്ലേ? എന്നാൽ ഈ പുസ്തകം വായിച്ചു നോക്കൂ, ചിത്രങ്ങൾ കണ്ടു നോക്കൂ. ഉറങ്ങാൻ ഇഷ്ടമുള്ളവർ ആരൊക്കെയുണ്ടെന്നോ? അവരോടൊപ്പം നമുക്ക് ഉറങ്ങിയാലോ? നക്ഷത്രങ്ങൾ ജനാലയ്ക്കരികെ വന്ന് കണ്ണു ചിമ്മി. വാ വാവോ എന്ന് താരാട്ട് പാടി. പൂച്ചെടി അത് കേട്ട് കോട്ടുവായിട്ട് പൂക്കളോട് പറയൂ, ഉറങ്ങു മക്കളെ. ഇത് കേട്ട് ചേച്ചിപ്പാവ കുഞ്ഞിപ്പാവയോട് പറയും, വേഗം ഉറങ്ങ്. ഉറങ്ങിയ കണ്ണൻ്റെ കയ്യിൽ തൂങ്ങിയാടി കിടക്കുന്ന കുഞ്ഞിപ്പാവ ഓടിപ്പോയി കണ്ണടച്ച് ഉറങ്ങാൻ കിടന്നു. പിന്നെ ചേച്ചിപ്പാവയും കിടക്കുകയായി. എല്ലാവരും കിടന്നു കഴിയുമ്പോഴാണ് പൂച്ചക്കുറിഞ്ഞിക്ക് ഉറക്കം വരിക. പൂച്ചക്കുറിഞ്ഞി ഉറങ്ങിയിട്ടുണ്ടു വേണം കുഞ്ഞെലിക്ക് ഉറങ്ങാൻ. എന്തിനാണെന്നോ? കുറിഞ്ഞിയുടെ പള്ളമേലെ രോമമെത്തയിൽ തല ചായ്ച്ച് കുഞ്ഞെലിക്ക് സുഖമായി അങ്ങ് ഉറങ്ങണം. അപ്പോഴേക്കും പുറത്ത് പക്ഷികൾ നല്ല ഉറക്കമാവും. പക്ഷിക്കൂടാവുന്ന മരം ഇലക്കണ്ണുകളടച്ചു. പഴങ്ങളൊക്കെ ആട്ടാതെ ഉറങ്ങിക്കോ കിളികളെ എന്ന് സ്വകാര്യം പറയും. രാത്രി അങ്ങനെ കറുത്തിരുണ്ട് കനം വയ്ക്കുമ്പോൾ തണുത്ത കാറ്റേറ്റ് നക്ഷത്രങ്ങൾക്കും കീടമൃഗങ്ങളൊക്കെ ഉറക്കം പിടിച്ചിരിക്കും. താഴെ മണ്ണിനടിയിലെ ചെറുജീവികളും ഉറങ്ങുന്നുണ്ടാവും അല്ലേ? ഇനിയും ഉറങ്ങാത്തവരുണ്ടെന്ന് അപ്പോൾ ഒരാൾ മൂളി വിളിച്ചറിയിക്കും. ഇത് കേൾക്കുമ്പോൾ നക്ഷത്രങ്ങൾ പറയും, പോയ എല്ലാവരോടും ഉറങ്ങാൻ പറയും. കേൾക്കേണ്ട താമസം, അത് പാറി നടന്ന് ഉറങ്ങാത്തവർ വേഗം ഉറങ്ങിക്കോളൂ എന്ന് മൂളും. അപ്പോൾ എല്ലാവരും ഉറങ്ങുകയായി. ഇത് കാണുമ്പോൾ നക്ഷത്രങ്ങളും കൊതിയോടെ ഒന്നും കണ്ണടച്ചു പോകും. ഹായ്, എന്ത് രസമാണല്ലോ ഇങ്ങനെ കിടന്നുറങ്ങാൻ. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? എന്നാൽ വാ ഉറങ്ങാം. താങ്ക് യു.